റാണിക്ക് പിടിച്ചില്ല ഗൈസ്. റാണിയൊക്കെ എന്നെ വന്ന് അഴക്ക് പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ കരഞ്ഞിരിക്കാറ്. റാണിക്കയുടെ കമന്റ് ഒക്കെ കണ്ട് ഞാൻ ആകെ വിഷമിച്ചു. എന്റെ കമന്റ് ബോക്സിൽ ആദ്യമായിട്ട് ഒരാളൊരു നെഗറ്റീവ് കമന്റ് ചെയ്തു. അപ്പൊ അതൊക്കെ ഓർത്ത് ഞാനിങ്ങനെ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ഇന്ന് ഞാനൊന്ന് ഇരുന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കാലിൽ ചെറിയൊരു വേദനയുണ്ട്. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റാണിയൊക്കെ എന്നെ ഒന്ന് ഇരുത്തി. എന്താ കാര്യം എന്നല്ലേ, റാണിയൊക്കെ വഴക്ക് പറഞ്ഞു ഗൈസ്. വഴക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്ന പരിപാടി നിർത്തുകയാണ്. നമ്മുടെ റിയാക്ഷൻ വീഡിയോ അല്ല, റാണിയൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇതെന്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും. ഇനി നമ്മൾ റാണിയൊക്കെ ഇങ്ങോട്ട് കയറി ചൊറിയുന്നത് വരെ റാണിയൊക്കെതിരായിട്ട് വീഡിയോ ചെയ്യുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, പുള്ളിക്കാരിക്ക് ഉളുപ്പില്ലെങ്കിലും നമുക്ക് ആ സാധനം വേണമല്ലോ. അപ്പോൾ ഇന്ന് എന്തുകൊണ്ട് റാണിയൊക്കെ എടുത്തു എന്ന് ചോദിച്ചാൽ, റാണിയൊക്കെയുടെ ഇരട്ട മുഖം ഒന്ന് വെളിപ്പെടുത്തണം തോന്നി. അത് വേറൊന്നുമല്ല, ഞാൻ ഈ വി ആർ എൻ ലവ് ഫാമിലി ഇവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ മകളോട് സംസാരിച്ച കാര്യത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ റാണിയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടല്ല വീഡിയോ ചെയ്തത്, എന്നാൽ ഈ വി ആർ എൻ ലവ് ഫാമിലിനെ വിമർശിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. അതിന് കാരണം ഇവർ പോയി സംസാരിച്ചത് റാണിയൊക്കെയുടെ മകളോടായതുകൊണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടി അവരോട് പോയിട്ട് സംസാരിക്കാൻ പാടില്ലാത്ത കാര്യം സംസാരിച്ചത് കൊണ്ട് അവരെ വിമർശിക്കുകയും അങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തു. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു റാണിയൊക്കെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെ വന്നിട്ട് റാണിയൊക്കെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാ വീഡിയോസും കണ്ടു, നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു, നിങ്ങൾ മാന്യമായി വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. ഇത്തരം ഒരു കാര്യം ചെയ്തതിന് വളരെ അഭിനന്ദനങ്ങൾ. ഇതാണ് റാണിയക്ക എനിക്ക് അയച്ച കമന്റ്. അപ്പോ അന്ന് ശരിക്കും റാണിയക്ക എനിക്ക് തന്ന കമന്റ് എന്ന് പറയുന്നത് ഈ അമലിന്റെ ഒരു ഫാമിലി ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അതിന് താഴെയാണ് ഈ കമന്റ് വന്നത്. അന്ന് ഞാൻ ചെയ്ത വീഡിയോ റാണിയക്കയ്ക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ റാണിയൊക്കെ വിമർശിച്ച് വീഡിയോ ചെയ്തപ്പോൾ റാണിയൊക്കെ പിടിച്ചില്ല ഗൈസ്. റാണിയൊക്കെ എന്നെ വന്ന് അഴക്ക് പറഞ്ഞു. ശരിക്കും ഈ വീഡിയോ ഞാൻ ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഇന്നലെ വേറൊരു വീഡിയോ ചെയ്യാൻ അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. പിന്നെ ഞാനിങ്ങനെ കരഞ്ഞിരിക്കാറ്. റാണിക്കയുടെ കമന്റ് ഒക്കെ കണ്ട് ഞാൻ ആകെ വിഷമിച്ചു. എന്റെ കമന്റ് ബോക്സിൽ ആദ്യമായിട്ട് ഒരാളൊരു നെഗറ്റീവ് കമന്റ് ചെയ്തു. അപ്പൊ അതൊക്കെ ഓർത്ത് ഞാനിങ്ങനെ കരഞ്ഞ് തളർന്നൊക്കെ ഇരിക്കുകയായിരുന്നു. വീഡിയോ ചെയ്യണോ വേണ്ടയോ, ഇതൊന്ന് നിർത്തി പരിപാടി നിർത്തിയാലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ വിചാരിച്ചു എന്തായാലും നിർത്താൻ പോവല്ലേ, അപ്പൊ റാണിയൊക്കെ രണ്ട് പറഞ്ഞിട്ട് നിർത്താം എന്ന് കരുതി. ഇപ്പോ കഴിഞ്ഞ ദിവസം റാണിയൊക്കെ എനിക്ക് തന്ന കമന്റ് എന്താന്ന് വെച്ചാൽ, ആ കമന്റാണ് ഗൈസ് എന്നെ തളർത്തി കളഞ്ഞത്. എന്റെ നെഞ്ച് തകർന്നു പോയി. സത്യമായിട്ടും എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. അത്രയും വിഷമിപ്പിച്ചു റാണിക്കയുടെ കമന്റ്. കാരണം ഓരോ യൂട്യൂബേഴ്സിന്റെയും, അത് ഫാമിലി വ്ളോഗേഴ്സ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ റിയാക്ഷൻ വ്ളോഗേഴ്സ് ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം കമന്റ് ബോക്സിൽ റാണിയൊക്കെ എഴുതാൻ കാണിക്കുന്ന ഒരു മനസ്സ്, അതും പ്രബന്ധമാണ് എഴുതുന്നത് ഗൈസ്. ആ പ്രബന്ധം എഴുതാൻ എടുക്കുന്ന സമയവും അതിനുവേണ്ടി കൊടുക്കുന്ന മനസ്സും അത് നിങ്ങൾ ആരും കാണാതെ പോകരുത്. ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്തില്ലെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒക്കെ റാണിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്ത് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് സങ്കടം വരും. ഞാൻ ഈ കമന്റ് വഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റാണിക്ക് എനിക്ക് അയച്ച കമന്റാണ്. അന്ന് റാണിക്ക് എന്നെ ഒരുപാട് പുകഴ്ത്തി കമന്റ് അയച്ചു. അപ്പൊ ഞാൻ മാസ്റ്റർ മൈൻഡ് മനുവിനോട് പറയുകയും ചെയ്തു, മനു എല്ലാവർക്കും റാണിക്ക് നെഗറ്റീവ് കമന്റ് അയക്കുന്നു, എനിക്ക് പോസിറ്റീവ് കമന്റ് അയച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എനിക്ക് റാണിക്ക് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ട് കമന്റ് അയച്ചു ഗൈസ്. ദീപ്തി ടീച്ചറിന്റെ ചെലവിലും നിന്റെ ചെലവിലും അല്ല ഞാൻ ജീവിക്കുന്നത്. ഇതാണ് റാണിക്കയുടെ ഒന്നാമത്തെ വാചകം. എന്റെ ചെലവിനെങ്ങാനുമാണ് നിങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ചെകിട് ഞാൻ അടിച്ചു പൊളിച്ചേനെ. ഉറപ്പുള്ള കാര്യമാണ്, ഒരു സംശയം വേണ്ട. നിങ്ങളുടെ ഇമ്മാതിരി തെണ്ടിത്തരത്തിന് ദീപ്തി എന്നെ കുറിച്ച് തെമ്മാടിത്തരം ചാനലിൽ കൂടി പറഞ്ഞപ്പോൾ ഒന്നും നിങ്ങളെ കണ്ടില്ല. ഒരാളെ കുറിച്ച് വെറുതെ തെമ്മാടിത്തരം പറയൂ. റാണിക്ക കണ്ണിൽ കാണുന്ന എല്ലാ ചാനലുകളുടെയും താഴെ പോയി നിന്നിട്ട് മെഴുകുന്നത് പോലെ മെഴുകാൻ ആർക്കും സമയമില്ല. അതാണ് സത്യം. പ്രത്യേകിച്ച് ദീപ്തി ടീച്ചറിന് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന തിരക്കിലാണ്. അതിനിടയിൽ കൂടി നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ തെമ്മാടിത്തരം പറയാനോ അവർക്ക് സമയമില്ല. അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റാണി അക്കന്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമായിരിക്കും. അതിനൊരു സംശയം വേണ്ട. ഇനി എന്ത് തെമ്മാടിത്തരമാണ് പറഞ്ഞത് എനിക്കറിയില്ല. കാരണം നമ്മളൊക്കെ ഈ യൂട്യൂബിൽ വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളേ, നമ്മളൊക്കെ പുതിയ പിച്ച വെച്ച് തുടങ്ങിയിട്ടുള്ള യൂട്യൂബേഴ്സ് ആണ്. അപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആണെങ്കിൽ വർഷങ്ങളായിട്ട് ഇതിനകത്ത് കിടന്ന് ഓടിച്ചാടി നടക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ആ തെമ്മാടിത്തരം എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. റാണിയൊക്കെ ഈ പറയുന്ന യൂട്യൂബേഴ്സിന്റെ എല്ലാം കമന്റ് ബോക്സിൽ പോയിട്ട് മോശമായിട്ടുള്ള വാചകങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ പേരിലാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ബാക്കി ദീപ്തി അമലിനെ വിട്ട് എന്നെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോഴും നിങ്ങൾ ആരെയും കണ്ടില്ല. ദീപ്തി അമലിനെ വിട്ട് അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ അമലിന്റെ ഫാമിലിയെയും അമലിനെയും കുറിച്ച് അനാവശ്യം പറഞ്ഞത് കൊണ്ടാണ് അമൽ നിങ്ങൾ അന്വേഷിച്ച് വീട്ടിൽ വന്നത്. അത് 1 ദിവസമോ 2 ദിവസമോ ഒന്നുമല്ല, വർഷങ്ങളായിട്ട് അവരുടെ പിന്നാലെ നടന്ന് നിങ്ങൾ അവരെ അപമാനിക്കുന്നുണ്ട്, കമന്റ് ബോക്സിലൂടെ അപമാനിക്കുന്നുണ്ട്. ശരിക്കും യൂട്യൂബ് ഏറ്റവും വൃത്തികെട്ട കമന്റിന് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു വ്യക്തി മാത്രമാണ് അർഹയായിട്ടുള്ളത്. അത് റാണി പി സദാശിവം എന്ന പേരുള്ള, നമ്മളെല്ലാം ഓമന പേരിട്ട് വിളിക്കുന്ന, ചെല്ല പേരിട്ട് വിളിക്കുന്ന റാണിയക്കനാണ്. ഇപ്പോൾ DPയെ ഞാൻ അപമാനിക്കുന്നത് നിങ്ങൾക്ക് സുഖിക്കില്ല. ആരപ്പ ഈ DP എന്ന് കേട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ പണ്ട്
കളിയൊക്കെ പറയുന്നൊരു വാചകമുണ്ട്, ഡാൻസ് പാട്ട് ഇടയ്ക്ക് പഠിത്തം. ഈ ഡിബി ആരാണപ്പ? അത് ആ മറ്റേടത്ത് വെച്ച് കൊടുത്താൽ മതി. അത് എവിടെയാ? ഞാൻ ഈ കമന്റ് കണ്ട സമയം മുതൽ ആലോചിക്കുകയാണ്, ഈ മറ്റേടത്ത് എന്ന് പറയുന്നത് എവിടെയാണെന്ന്. മറ്റേടത്ത് വെച്ച് കൊടുത്താൽ മതി, ഇവിടെ ചെലവാക്കണ്ട. എനിക്ക് നിങ്ങളുടെ ഒന്നും ഉപദേശത്തിന്റെ ആവശ്യമില്ല. ഡിബിക്കും അമലിനും ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എനിക്ക് അറിവുണ്ട്. അവരാവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഏയ് പറ്റുമോ? ഇല്ലെന്നേ, പറ്റൂല. എനിക്ക് വിദ്യാഭ്യാസവും ഉണ്ട്, വിവരവുമുണ്ട്, എല്ലാമുണ്ട്. വിദ്യാഭ്യാസം ഉണ്ടെന്ന് നിങ്ങളുടെ പ്രബന്ധം കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, താങ്കൾ വിദ്യാഭ്യാസത്തിന്റെ നിറകുടമാണ്. ഇനി വിവരം, വാവള്ളി വരപൂജ്യം ആണ് വിവരമെന്ന് ഞങ്ങൾ പണ്ട് പറയാറുണ്ട്. വാവള്ളി വരപൂജ്യം, ഇല്ലാത്ത പെണ്ണെ ഇല്ലാത്ത ചെക്ക എന്നൊക്കെ പറയാറുണ്ട്. അതായത് വിവരമില്ലാത്ത പെണ്ണെ ചെക്ക എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ സാധനം അടുത്തുകൂടെ പോലും പോയിട്ടില്ല എന്ന് മനസ്സിലായി. വിവരമുള്ളവരാണെങ്കിൽ ലേശം ഉളുപ്പുണ്ടാവും, വിവരമില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉളുപ്പില്ല. ഇനി വൃത്തികെട്ട ചെറ്റകളെ പറയേണ്ടത് ആവശ്യമാണ്, സമൂഹത്തിന്റെ കൂടി ആവശ്യമാണ്. വൃത്തികെട്ട ചെറ്റകളെ, ഇത് അയച്ചത് വേറൊരു ചെറ്റ. ആ ചെറ്റയുടെ പേരാണ് റാണി പി സദാശിവം. കഴിഞ്ഞ വീഡിയോകളിലൊന്നും ഇത്രയും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. ഇവിടെ ഇത് ഇവർ അർഹിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഇങ്ങനെ ഞാൻ ഇത്രയും വൾഗറായിട്ട് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത്. കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്ന നിങ്ങളൊക്കെ അവരുടെ പക്ഷക്കാരാണെന്ന് എനിക്കറിയാം. അല്ല റാണിയേക്ക, കുറച്ചുനാൾ മുൻപ് നിങ്ങൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എല്ലാം മനസ്സിലാക്കിയാണ് താങ്കൾ വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് താങ്കൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ എന്തേ മാറിപ്പോയത്? നിങ്ങളെ എതിർത്ത് സംസാരിച്ചത് കൊണ്ടോ? അപ്പൊ അന്ന് അമലിനെയും അമലിന്റെ ഫാമിലിയെ എതിർത്ത് സംസാരിച്ചപ്പോ ഞാൻ നല്ലവൻ, ഇന്ന് റാണിയക്കനെ എതിർത്ത് സംസാരിച്ചപ്പോ ഞാൻ ആരുടെയൊക്കെ പക്ഷക്കാരനാണെന്ന് പറയും. ഗൈസ്, ഇവര് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ശോഭിക്കും. ഗൈസ്, ഇവര് രാഷ്ട്രീയത്തിൽ ഇറങ്ങണം. കാരണം ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത്, പിന്നെ പറയുന്നതല്ല അപ്പൊ പറയുന്നത്. അപ്പൊ അപ്പൊ പറയുന്നവര് ഇപ്പൊ പറയുന്നതും അപ്പൊ പറയുന്നതും എല്ലാം കൂടി ചേർത്ത് പറയുമ്പോൾ അതൊരു അവിയൽ വരുമാവും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആ വൃത്തികെട്ടവളെ നിങ്ങൾക്ക് പേടി കാണും, എനിക്കില്ല. ആ വൃത്തികെട്ട ജന്മത്തോടൊന്നും എനിക്ക് ഒരു താല്പര്യവുമില്ല. നിങ്ങളെന്തോ ലെസ്ബിയൻ ആണോ? അല്ല, നിങ്ങളോട് താല്പര്യപ്പെടാൻ ആരും വന്നില്ലല്ലോ. എനിക്ക് സംശയം, നിങ്ങൾ ഇനി അങ്ങനെ എങ്ങാനും ആണോ? ആ വൃത്തികെട്ട ജന്മത്തോടൊന്നും താല്പര്യമില്ല എന്ന് പറയാൻ. അതോ ഇനി നിങ്ങൾ അങ്ങനെയാണോ? എനിക്കറിയില്ല. ഞാൻ അറിയാത്തോണ്ട് പാവം ചോദിക്കാണ്. ഒന്നുമില്ലേലും നമ്മളെക്കാളും കുറച്ച് ഓണമൊക്കെ കൂടുതലുണ്ട് അക്കനല്ലേ, അതുകൊണ്ട് ചോദിച്ചു പോവാണ്, നിങ്ങൾ എങ്ങാനും അങ്ങനെയാണോ എന്ന്. അല്ലല്ലോ അല്ലേ? അപ്പൊ ഇതാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ഇവർ അയച്ച കമന്റ് എന്ന് പറയുന്നത്. കുറച്ച് നാൾ മുൻപ് ചെയ്ത വീഡിയോയ്ക്ക് അയച്ച കമന്റ് അഭിനന്ദനങ്ങളായിരുന്നു ഗൈസ്. പക്ഷേ കഴിഞ്ഞ ദിവസം അയച്ചപ്പോൾ ചെറ്റ എന്ന പേര് വരെ ഞാൻ കേട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വള്ളത്തിൽ 2 കാലുകൾ, അതിലൊരു കാല് അപ്പുറത്തൊരു വള്ളം വന്നപ്പോൾ അക്കൻ അങ്ങോട്ട് വെച്ചു. ആ വള്ളം ഇങ്ങനെ നീങ്ങി നീങ്ങി പോവുകയാണ് ഗൈസ്. അത് നീങ്ങി പോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ ഊഹിച്ചു നോക്കൂ, ചിന്തിച്ചു നോക്കൂ, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, എന്താവും സംഭവിക്കാന്ന്. അക്കൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എനിക്കെതിരെ ആരാണ് പറയുന്നത്, അവനെ പോയിട്ട് 2 തന്തയ്ക്ക് വിളിക്കണം, അല്ലെങ്കിൽ അവനെ പോയിട്ട് 2 ചീത്ത പറയണം, തെറി പറയണം എന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഓരോ ദിവസം. ഇതൊക്കെയാണ് റാണിയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ. നമ്മളൊക്കെ എഴുന്നേൽക്കുമ്പോൾ ദൈവമേ, രാവിലെ എഴുന്നേറ്റ് പോകുന്ന വഴിക്ക് അപകടമൊന്നും സംഭവിക്കാതെ ഇന്ന് അത്യാവശ്യം നല്ല ദിവസമായിട്ടൊക്കെ പോണേ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ റാണിയൊക്കെ കുറച്ചുകൂടി ലെജൻഡ് ആയതുകൊണ്ട് വലിയ ലെവലിലേക്ക് ചിന്തിക്കുന്നത്. ഇന്ന് ആരുടെ തന്തയ്ക്ക് വിളിക്കാം, ഇന്ന് ആരുടെ അഭിഹിതം പറയാം, ഇന്ന് ആരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് ചീത്ത പറയാം. ഇതൊക്കെയാണ് റാണിയൊക്കെയുടെ ചിന്താധാരയിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ. എനിവേ, അപ്പോ അക്കന്റെ വഴക്ക് പേടിച്ചിട്ട് ഞാൻ അക്കനെ വിമർശിക്കുന്ന പരിപാടി നിർത്തുകയാണ്. ഇനി അക്കൻ ചൊറിയാത്തിടത്തോളം കാലം. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയാം, ചിലപ്പോൾ നെഗറ്റീവ് വരാം, കാരണം എൻ്റെ ഭാഷ അത്ര ശരിയല്ലായിരുന്നു. പക്ഷെ അവരിത് അർഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അത് മുന്നോട്ട് പോകാനുള്ള ഒരു പെട്രോൾ ആയിരിക്കും. താങ്ക് യു.